ഈ വിഷയത്തിൽ ഇന്ന് മറ്റൊരു കേസിൻ്റെ സുപ്രധാനമായ ഒരു വിധി വന്നിരുന്നു. അത് ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. ബിനീഷ് കോടിയേരിയുടെ പേരിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കള്ളപ്പണം ഇടപാട് കേസ്, അതാണ് ഇ ഡി രജിസ്റ്റർ ചെയ്തിരുന്ന കേസ്. പക്ഷേ അതിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ മയക്കുമരുന്ന് ഇടപാട് നടന്നിട്ടില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അത് ഇ ഡി കേസായി മാത്രം മാറുകയാണ് ചെയ്തത്. പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കേസിൽ ബിനീഷ് കോടിയേരിക്ക് അനുകൂലമായൊരു വിധി വന്ന ദിവസമാണിന്ന്. ജാമ്യത്തെ എതിർത്തുകൊണ്ടാണ് ഇ ഡി ഇന്ന് കോടതിയിൽ പോയത്. പക്ഷേ കോടതി വളരെ വ്യക്തമായി ജാമ്യം നിഷേധിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇ ഡിയെയും ഇത്തരം കേന്ദ്ര സർക്കാരിൻ്റെ ഉപകരണങ്ങളെയും ഏജൻസികളെയും രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് വസ്തുതയായിരിക്കെ പല കേസുകളിലും ഇതിൻ്റെ പേരിൽ നടക്കപ്പെടുന്ന നിയമലംഘനങ്ങളെ ഇതിൻ്റെ പേരിൽ ന്യായീകരിക്കുന്നതായും കാണുന്നുണ്ട്. അതിലൊന്നാണ് ഹേമന്ത് സോറൻ്റെ കഥ. ഹേമന്ത് സോറൻ്റെ വീട്ടിൽ നിന്നാണ് 34 ലക്ഷം കണ്ടെത്തിയത്. നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തതാണ്. ഈ കേസിലൊരു പൊതു താല്പര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം മലിനീകരണം നടത്തുന്ന ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സ്മൂത്തായി നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി പലതരത്തിലുള്ള പണമിടപാടുകൾ നടത്തി എന്ന് കമ്പനി തന്നെ സമ്മതിക്കുന്നൊരു കേസാണ്. അപ്പോൾ അത് കൃത്യമായും വലിയ ലാർജറായിട്ടുള്ള വലിയൊരു പൊതു താല്പര്യത്തിൻ്റെ പരിധിയിൽ വരുന്ന കേസാണ്. അങ്ങനെയാണെങ്കിൽ ഈ നിയമസഭാ ചട്ടം 118 അനുസരിച്ച് ഏതൊരു നിയമസഭാ അംഗത്തിനും ഒരു പൊതു താല്പര്യത്തെ മുൻനിർത്തി ഒരു പ്രമേയം അവതരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം സബ്ജക്റ്റ് ടു അതർ റൂൾസ് ആണെങ്കിൽ പോലും അത് സ്പീക്കർക്ക് തീരുമാനിക്കാം. അങ്ങനെ ഒരു പൊതു താല്പര്യമുണ്ട്, അത് ഏതെങ്കിലും ട്രിബ്യൂണലിൻ്റെ പരിഗണനയ്ക്കിരിക്കുന്ന വിഷയമാണെങ്കിൽ പോലും അത് ട്രിബ്യൂണലിൻ്റെ വിധിയെ ബാധിക്കില്ലെന്ന് തീരുമാനിച്ചാൽ അനുവദിക്കാവുന്നതാണ്, സർക്കാരിന് അനുവദിക്കാൻ തീരുമാനിക്കാവുന്നതാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കണം. ഇന്ന് 2 പ്രമേയങ്ങളാണ് ഇന്ന് സഭയിൽ വന്നത്. ഒന്ന് അടിയന്തര പ്രമേയമായി വന്നത് എക്സാലോജിക് വിഷയം, മറ്റൊന്ന് കേന്ദ്രത്തിനെതിരായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രമേയം. അപ്പോൾ കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഈ സാമ്പത്തിക ഞെരുക്കവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആ വിഷയവും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായിട്ടും സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തിന് അനുമതി നൽകുന്നു. റൂൾ 53 മറികടന്ന് 133 മറികടന്ന്. അപ്പോൾ അത് സർക്കാർ കൊണ്ടുവന്ന കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണെങ്കിൽ പ്രമേയം അനുവദിക്കാമെന്ന നിലപാടെടുക്കുന്നു. എന്നാൽ മറുപക്ഷത്ത് 112ൻ്റെ അവകാശം ഉപയോഗിച്ചൊരു അംഗമായ മാത്യു കുഴൽനാടൻ കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയത്തിന് ഏതാണോ സർക്കാരിന് അനുകൂലമായി സർക്കാർ വ്യാഖ്യാനിച്ചത് അതേ വകുപ്പ് ഉപയോഗിച്ച് റൂൾ 53 ഉപയോഗിച്ച് അനുമതി നിഷേധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇന്ന് നിയമസഭയിൽ ആ തീരുമാനത്തിൽ ഒരു ഇരട്ടത്താപ്പുണ്ട് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ആ ഇരട്ടത്താപ്പിൻ്റെ രാഷ്ട്രീയമാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത്. കാരണം SFIO പോലെ ഒരു ഏജൻസി ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് അതിൽ സർക്കാരിൻ്റെ കമ്പനിയായ KSIDCയെ ആദ്യമായി SFIOയ്ക്ക് മുന്നിൽ കൊണ്ടുവരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ കേസിന് പൊതു താല്പര്യമില്ല എന്നെങ്ങനെയാണ് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ ഇതൊരു പൊതു താല്പര്യം ഇതിലുണ്ട്. ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനല്ല CPM ശ്രമിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ വിഷയത്തിലുള്ള എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരണം, എല്ലാ അഴിമതിയും പുറത്തു വരണം, ചാരം മൂടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ വാദിക്കുന്നില്ല. Meet the editors.